എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള ത്ലാങ്സാങ് എന്ന് പറഞ്ഞ വില്ലേജാണ്. ഇതൊരു മിസോ വില്ലേജാണ്. ഇതിൽ നമ്മൾ താമസിച്ചവിടെ ഒരു വയ്യമ്മയുടെ ഒരു ഹോളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഏരിയയിൽ ഫുള്ളും മിസോ പീപ്പിളാണ് ഉള്ളത്. അവരുടെ ഗ്രാമങ്ങളും അവർക്ക് ഇതേപോലെ വയ്യമ്മ ഹാളുണ്ട് കേട്ടോ, യങ് മിസോ അസോസിയേഷൻ. അപ്പോൾ അത് ഇതാണ് കേട്ടോ, ഇതാണൊരു ഹാള്. ശരിക്കും ഇവർക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിൽ ആൾ തികയാത്തതുകൊണ്ട് ഇവിടെ ഇട്ട് പരിപാടി നടത്തണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഇവരുടെ പരിപാടിയുണ്ട്. 10-10:30 തുടങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും പെട്ടെന്ന് പാക്ക് ചെയ്ത് ഇറങ്ങണേണ്ട. ഇതൊക്കെ നമ്മൾ ടെൻറ്റ് ഇവിടെ അടിച്ചിട്ടാണ്, കാരണം കൊതുക് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ ടെൻറ്റ് അടിച്ചത്. മറ്റേ ഷീറ്റ് ഇട്ടില്ല കേട്ടോ, ഈ ഒരു ഇത് മാത്രമേ പിടിച്ച് കിടന്നുള്ളൂ. എന്തായാലേ പയ്യെ ഇവിടുന്ന് ഇറങ്ങാട്ടോ. ഫുഡൊക്കെ ഉണ്ടായി കഴിച്ച്, കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ലടാ. എന്നോട് ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10-10:30 ചിലപ്പോൾ പരിപാടി തുടങ്ങാൻ ആൾക്കാർ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, അവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളായിട്ട് എന്തിനാ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പാക്ക് ചെയ്യണേട്ടാ. എന്നിട്ട് എന്തായാലും പോണ വയ്ക്കാനാട്ടാ. അങ്ങനെ നമ്മുടെ താക്കോല് കാര്യങ്ങൾ, ഹായ് ഭയ്യ, താക്കോല് കാര്യങ്ങൾ ഇവിടെ കൊടുത്ത് നമ്മുടെ സൈക്കിള് അവിടെ ഉണ്ട് കേട്ടോ. ഒരാളവിടെ നോക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചു കേട്ടോ. ഹായ്, ഹലോ, യാ ഫൈൻ, സി യു. കുറേ ആൾക്കാർ ഇവിടെ നോക്കിയിട്ടുണ്ട്. ഹായ്. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളൊക്കെ കോട കാണണ്ട കേട്ടോ. അപ്പം അത്യാവശ്യം ഇറക്കവും കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ അങ്ങാടേക്കും കയറ്റവും കാര്യങ്ങളായിരിക്കും തോന്നണ്ട, കാരണം പീക്കിലേക്കാണ് നമ്മൾ പോണത്. ഇവിടുന്ന് ഏകദേശം 14 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. മഞ്ഞൊഴിക്കുക കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫോണിന് എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കണേട്ടാ. അത് കാരണം ഓണാവൂല. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് ഓണാക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്തൊക്കെയോ കാരണം കൊണ്ട് വന്നുണ്ട്, അറിയില്ല ഇനി എങ്ങനെയാവുമെന്ന്. നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. ഈ ഫോൺ ഇങ്ങനെ പണി കിട്ടുകൊണ്ട് കുറേ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മൾ പോണ റൂട്ടും കാര്യങ്ങളൊക്കെ. അല്ലേ, അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ബൈക്ക് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇവർ ഇവിടുത്തെ കൃഷിക്കാരാണ്. അപ്പോൾ അവരുടെ കൃഷിയിടത്തേക്ക് പോകണേ കേട്ടോ. നമ്മളെ പോകണോക്കണ്ടല്ലോ, റൈറ്റ് സൈഡിലുള്ള വ്യൂ നോക്കിയേ. ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അല്ലേ, അതാണ് കാഞ്ചൻപൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അതായത് ഇവിടുത്തെ ഒരു മെയിൻ ഏരിയ ഉണ്ടോ. ഇത് ഡിസ്ട്രിക്റ്റ് വന്നത് നോർത്ത് ത്രിപുരയാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു ടൗണാണ് കാഞ്ചൻപൂർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ വന്ന റൂട്ടാണ് ആ കാണുന്നത്. അടിപൊളി വ്യൂ അല്ലേ. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നലെ വന്നപ്പോഴും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മിന്നാന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. വൈകിട്ട് ടൈമിലാണ് നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യണത്. ചീവിടിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നത് നല്ല രീതിയിൽ. പിന്നെ അതേ ഇവിടെയൊക്കെ അടിയിൽ ഫുള്ള് കൃഷിയാണ് കേട്ടോ. വാഴയുണ്ട്. പിന്നെ അത് ഈ കാണുന്നത് ഇതാണ്ട് അടക്ക കൃഷി കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോകണമൊക്കെയൊക്കെ. ഇവിടെയുള്ള ആൾക്കാർക്ക് മിക്കവർക്കും കൃഷിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പല സ്ഥലങ്ങളിലും. ഇതിൻ്റെ മേളിലൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ കാണുന്നതൊക്കെ ഫുള്ളും മറ്റേ മുളയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ മുളയെന്നാണ് അവർ ബാംബു ഷൂട്ട് എന്ന് പറയുന്നത്. അതായത് ബാംബു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് കഴിക്കും കേട്ടോ. അത് എന്തോ സബ്ജിയൊക്കെ ആയിട്ട് കഴിക്കും. ചില ആൾക്കാർ ബോയിലായിട്ട് കഴിക്കും, ചില ആൾക്കാർ കറി പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കും കേട്ടോ, മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട്. ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും ബോയിലായിട്ടാണ് കഴിക്കണത് ബാംബു ഷൂട്ട് കേട്ടോ. നമ്മളെ ഫോണിലേക്ക് കുറച്ച് ആൾക്കാരെ കണ്ടുപിടി കേട്ടോ. എൻ്റെ ഫോണ് ചെറിയ പണി എന്തോ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിന്നിക്കൊണ്ടിരിക്കേണ്ട, ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറേ നേരം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കി, എന്നിട്ടാണ് ഇപ്പോൾ ഒന്ന് ശരിയായിട്ടോ. അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കണം. ഇനി അങ്ങോട്ടേക്ക് എന്താവുമെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്യണ്ട. വന്നോക്ക് കുറച്ച് ആൾക്കാരും കുറേ സാധനങ്ങൾ എന്നിട്ടാ. അതായത് അവൻ്റെ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല. അവർ നിർത്തിയിട്ട് അവൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാർ. ഗപ്പു എന്നാണ് കമ്പനിയുടെ പേര്. ഈ കാണുന്നതാണ് കേട്ടോ കമ്പനിയുടെ പേര്, കണ്ടില്ലേ, ഗപ്പു എന്നാണ്. പിന്നെ ചില്ലി അച്ചാറാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ജാമാട്ടോ, മിക്സഡ് ജാം, മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. നമ്മൾ വന്നു വയ്ക്കുക കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഒരു ഉപ്പി തന്നു വിട്ടൊക്കെ ഞാൻ കുടിച്ച് പകുതിയാക്കി. തണുത്ത വെള്ളം കേട്ടോ. എനിക്ക് ആ സമയത്ത് അവരെയൊക്കെ ഒന്ന് ആടിയണമെന്നും ഉണ്ടായിരുന്നു, പറ്റിയില്ല. കാരണം എൻ്റെ ഫോൺ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പണിയുണ്ട്. പണ്ടാലോന്നും അറിയില്ല കേട്ടോ. ഈ ഒരു ഉള്ളേരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, ഉൾഗ്രാമങ്ങളിലാണ് ഉള്ളത്. ഇവിടെയൊന്നും കടകളോ കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ആട്ടെ, നമുക്ക് എന്തായാലും നോക്കാട്ടെ. പറ്റുമോ എന്നറിയില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് മാക്സിമം നോക്കാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകണേ, നമ്മൾ എത്തിയിട്ടില്ല. പറ്റണ പോലെ നമുക്ക് മുന്നോട്ട് പോകണം. ഇപ്പോൾ കാലാവസ്ഥയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ. മഴയും വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ അങ്ങാടി ഇങ്ങാടും ഇടയ്ക്ക് ചേഞ്ച് ആണ്ട്. നമ്മളെപ്പോഴും വയ്ക്ക് ഒരു സ്പോട്ട് കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ സൈക്കിള് കാര്യങ്ങളിലൂടെ വെച്ചിട്ടുണ്ട്. ഹായ്, आपका नाम क्या है? मेरा नाम है रंगजो है। रंगजो का, अब किधर का है? जमपुई का सबवाल। ये गांव का नाम क्या है? ये गांव का सबवाल। अच्छा, ये आपका साइकिल है ना? हाँ।
അപ്പോൾ നമ്മൾ പോണേക്ക് കണ്ടാണ്ടാ. അപ്പോൾ അതിനൊരു കുപ്പി വെള്ളവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു എന്താ പറയുക ഒരു കുളം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, അത്യാവശ്യം മീനുണ്ട് കേട്ടോ. എൻ്റെ ഫോൺ ഭയങ്കര സീനാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടാണ്ട് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണെന്ന് അറിയാമോ ഇപ്പോൾ വീഡിയോ എടുക്കണത്. കണ്ടില്ലേ, ഒരുപാട് മീനുണ്ട് ഇതിൽ. പിന്നെ കുറേ ആൾക്കാർ അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് കുളിക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ പോവാട്ടോ. ഇതിൻ്റെ മേലിലൊക്കെ ഒരു ബ്രിഡ്ജ് പോലെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു കുരിശൊക്കെ കണ്ടില്ലേ അതിൻ്റെ മേലിൽ. അവിടെ രണ്ടുപേരും ഇപ്പം ഉണ്ട് കേട്ടോ ഒരു പാലത്തിലൊക്കെ. ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കാരണം നമ്മുടെ ഫോണ് ആകെ പണി കിട്ടിയാട്ടെ. ഇവിടെ കുറേ പിള്ളേരൊക്കെ ഇപ്പം ഉണ്ട്. എല്ലാവരും നമ്മുടെ സൈക്കിൾ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണായിരുന്നു കേട്ടോ. പിന്നെ അത് അവിടെ കുറച്ച് കടക്കാരുണ്ട്. അവരും കുറേ നേരം സൈക്കിൾ കണ്ടിട്ട് നോക്കിയിരിക്കാന്ന് വേണ്ടിയിട്ട്. പക്ഷെ ആരും മിണ്ടാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നമ്മൾ ചിരിച്ച് കാണിച്ചിട്ടും ആരും നമ്മൾ നോക്കി ചിരിച്ച് കാണിക്കുക അല്ലെങ്കിൽ അതേപോലെ നമ്മളോട് സംസാരിക്കുക വരെ ചെയ്യില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഇവരുടെ ഗ്രാമം. സബുൽ എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ഞാൻ ഒരുപാട് ആൾക്കാരൊക്കെ ചിരിച്ച് കാണിച്ചിട്ട് പക്ഷെ ആരും ചിരിച്ച് കാണിക്കുക അല്ലെങ്കിൽ മിണ്ടാൻ ഒന്നും ചെയ്യാനുള്ള കേട്ടോ. എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാരണം ഈ കാണുന്നത് പറ്റിയതാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മരങ്ങളാണ് ഈ കാണുന്നത്. ഹായ്, നമുക്ക് വഴികാട്ടിയായിട്ട് ഒരാൾ തന്നെയാണ് കേട്ടോ. ഹായ്, आपका नाम? मेरा नाम रंगजोहा. रंगजोहा. आप मिजो और चकमा? No, Riang. रियांग. अच्छा अच्छा, रियांग. ഹായ്, എൻ്റെ മേലെ കുറച്ച് ആൾക്കാർ ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സബുൽ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഹായ്, അബ് ലോഗ് കാ നാം ക്യാ ഹൈ ഭയ്യ? नहीं नाम ഷൈലോക്ക്. अच्छा, डॉक्टर साहब. ഓക്കെ, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. वो भी मिजोरम है ना? अच्छा है. അവിടെ കണ്ടില്ലേ മേലൊക്കെ കോടിങ്ങനെ വന്നിട്ടിരിക്കുന്നുണ്ടാ. ഇവന്മാരെന്നെ കളിയാക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നണ്ട കണ്ടിട്ട്. കുറേ പേരൊക്കെ അടിച്ച് കിറങ്ങിയിരിക്കണേണ്. പിന്നെ ഇവിടെ നോക്കി കിട്ടില്ല വ്യൂ അല്ലേ. ആ കാണുന്നത് ഫുള്ള് മിസോറാമിൻ്റെ മൗണ്ടൻസ് ആണ് കേട്ടോ. എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്ന് പണ്ടാലൊന്നും അറിയില്ല കേട്ടോ. തുമ്മേ കായക മേലൊരു വ്യൂ നോക്കാം കേട്ടോ. നമുക്ക് മേലിൽ കയറിയിട്ട് അതാണ് കേട്ടോ മേലത്തെ വ്യൂമാരെ അടിച്ച് കിറങ്ങിയിരിക്കണേ. മേലിമാര് കൗട്ട് അടിച്ചോണ്ടിരിക്കണേ. അത് ഇവിടുത്തെ നാടൻ സാധനം, അതായത് ലോക്കൽ സാധനമാണ് ഇമാരെ അടിച്ചോണ്ടിരിക്കണം. ജായക സൈക്കിളിൻ്റെ സ്റ്റാൻഡില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ചാരി വെച്ചേക്കണം. കാരണം ഇന്ന് അവധിയാണല്ലോ, ഞായറാഴ്ച കൊണ്ട് ഇമാർ കൂടുന്നേട്ടോ. സാധാരണ എല്ലാ ആൾക്കാരും പള്ളിയിലാണ് പോകുന്നത്. ഈ ഒരു ഏരിയയിൽ മിസോ ഉണ്ട്, പിന്നെ ചക്മയുണ്ട്, പിന്നെ റിയാങ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ. പക്ഷെ മിസോ ആൾക്കാരാണെങ്കിൽ ഞായറാഴ്ച ഇങ്ങനെ പരിപാടിയൊന്നും ഉണ്ടാവില്ല, എല്ലാവരും പള്ളിയിലായിക്കോട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോണ റൂട്ട് ഉണ്ടല്ലേ, ചെറിയൊരു റൂട്ടാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചങ്ങാട് പോകുമ്പോൾ റോഡ് മോശം എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. നമ്മളിപ്പോൾ ഫുൽദുങ്സെ എന്ന് പറഞ്ഞൊരു ഗ്രാമമെത്തി കേട്ടോ. അതായത് ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാനുള്ള പീക്കുള്ളത്. ഈ ഒരു വഴി നേരെ പോകണം കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു എന്താ പറയുക വലിയൊരു ഗ്രാമമാണ്. ഇവിടുന്ന് ഏകദേശം ഇനി 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമുക്ക് പോകാനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഏകദേശം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവനോട് പറഞ്ഞു ഇവിടെ റെസ്റ്റ് എടുക്കാനൊരു സ്ഥലമുണ്ട്, ഞങ്ങൾ അങ്ങാട് പോകണം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഒരു വലിയൊരു മരമുണ്ട് കേട്ടോ. ഇത് ആൽമരം ഇല്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഒരു തണൽ മരം ഉണ്ടോ. അതിൻ്റെ മേലിൽ കുറച്ച് ആൾക്കാർ ഇപ്പം ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങാടേക്ക് പോകാം കേട്ടോ. അപ്പം നമ്മൾ ലൊക്കേഷനിൽ എത്തിയേട്ടാ. എൻ്റെ സൈക്കിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പുള്ളീൻ്റെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് മേലിലേക്ക് കയറാം. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ടൊരു പുള്ളിയുണ്ട്, ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഹായ്, आपका नाम क्या है? मेरा नाम जितेंद्र वर्मा. जितेंद्र वर्मा. आप त्रिपुरा का है? अच्छा, हाय, आपका नाम क्या है? मेरा नाम अरविंद महाराज. अच्छा, आप भी त्रिपुरा का है? हाँ, त्रिपुरा का है. अच्छा, अब तो फौजी में काम किया था ना? हाँ. अच्छा. त्रिपुरा TSR. अच्छा अच्छा. ഇപ്പോൾ ഇവരിവിടെ ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതാണ് വ്യൂ കേട്ടോ. ആ കാണുന്നതാണ് നമുക്ക് കയറാനുള്ള പീക്ക് കേട്ടോ. അവിടെ നിന്ന് തന്നെ നല്ല കിഡിലും വ്യൂവും കാര്യങ്ങളും കിട്ടും. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾ. ഈ ഗാവ് നാം പുൽദുങ്സെ എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്.
അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഹോം സ്റ്റേ അങ്ങനെ ഒരുപാട് സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സൈഡിൽ. കണ്ടില്ലേ, ഇവൻ്റെയൊക്കെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ഇനി അങ്ങാടാണ് പോണത്. കണ്ടില്ലേ, ഇവിടെ നിന്ന് നല്ല കിടിലം വ്യൂ ആണ്. ഇതൊരു ശരിക്കും ഒരു എന്താ പറയുക, ഒരു ടവറാണ് കേട്ടോ, വാച്ച് ടവറാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് വ്യൂവും കാര്യങ്ങളും നോക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഹായ് അപ്പോൾ നമ്മൾ അങ്ങാടേക്ക് കൊണ്ടേട്ടാ. ഫുള്ള് തെന്നി കിടക്കണേ, കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ലിപ്പാവും കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിട്ടാണ് പോകുന്നത്. അടിയിലൊക്കെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സൈക്കിളുണ്ടല്ലേ ചാരി വെച്ചിട്ടാണ് പോകുന്നത്, കാരണം വേറെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ അതുപോലെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലൊക്കെ നമുക്ക് സൈക്കിൾ വെച്ചിട്ട് പോകട്ടോ, കാരണം ഇൻ കേസ് മഴ പെയ്ത് കഴിഞ്ഞാൽ ലഗേജ് മൊത്തം നനയും. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളൊക്കെ എല്ലാം അവിടെ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഇവിടെ കൂടി വഴിയുണ്ടെന്നാണ് ഇവൻ പറഞ്ഞത്, പക്ഷേ ഇവൻ തിരിച്ച് അങ്ങാടി ഇങ്ങാട് കറങ്ങുന്നുണ്ട്. എന്തായാലും ഏതൊക്കെയെങ്കിലും റൂട്ടിൽ വഴിയുണ്ടാവും കേട്ടോ. നമ്മൾ വന്നത് ഒരു ചെറിയ വീടിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് തെന്നി കിടക്കണതാണ്. അപ്പം പറഞ്ഞ് 2 വഴിയുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ആദ്യം വന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ വഴിയും കാര്യങ്ങളും ഈ റാസ്തയാണ് വഴി കിട്ടിയെന്ന് തോന്നട്ടാ. അല്ലേ, ഇപ്പുറത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേരെ മരത്തിൽ കയറിക്കണ വഴിക്ക് വന്നത് ഈ ഒരു വഴിയാണ്ട. അവിടെ ഒരു കടക്കാരനൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ വേണം കേട്ടോ പോവാൻ. വെൽക്കം ടു ബാറ്റ്ലിംഗ് ഷിപ്പ്. ഈ വഴി വേണം കേട്ടോ നമുക്ക് പീക്കിലേക്ക് പോകാൻ. അവിടെ ഒരു കൊച്ചൊക്കെ നോക്കിക്കണുണ്ടല്ലേ. ഞാൻ എന്താ കാണിക്കണേന്ന് നോക്കിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ 2 ആളായിട്ടാ. നമുക്ക് എന്നാലേ അങ്ങോട്ട് കയറി ചെല്ലാട്ടാ. പുള്ളി പോണേട്ടാ ബ്രോ. ഓക്കെ, ടേക്ക് കെയർ, താങ്ക് യു. അവൻ എന്നെ ഇവിടം വരെ ആക്കി തന്നേട്ടാ. പാവോട്ടാ, എനിക്ക് വഴി അറിയാൻ പാടില്ലാട്ടോ അവൻ എന്നെ ഇവിടം വരെ ആക്കി തന്നെയാണ്. നമുക്ക് ഈ ഒരു റൂട്ട് വേണം കേട്ടോ പീക്കിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ കാറുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ട് വേണം പോകാൻ. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഇവിടെ നിന്ന്, പക്ഷേ കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇപ്പോൾ ആ ബാറ്റ്ലിംഗ് ഷിപ്പ് ആ ഒരു പീക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ നടന്നാണ് കയറുന്നത്, സൈക്കിൾ എടുത്തിട്ടില്ല കേട്ടോ. കാരണം സൈക്കിള് താഴത്ത് പാർക്ക് ചെയ്തിട്ടാണ് കയറുന്നത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, സൈക്കിൾ കയറ്റി ഇനി ഇറക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. എൻ്റെ ബാക്കിൽ ആ ബ്രേക്കില്ലേ, അതിൻ്റെ ആ ഒരു സാധനം കിട്ടുന്ന ഇളകണ്ട കേട്ടോ. പേടിയായിട്ടാണ്. ഇനി ഇവിടെ മാറ്റാൻ പറ്റില്ല, അത് കംപ്ലൈൻ്റ് അയക്കാൻ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും അതേപോലെ തള്ളി ഇറങ്ങേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. നമ്മൾ പയ്യെ പോയിക്കൊണ്ടിരിക്കണേ. 2 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് മേലിലേക്ക്. അതുപോലെ ഉണ്ടല്ലോ ഈ ഒരു ഗ്രാമത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഗ്രാമമില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് താമസിക്കേണ്ടത് മിസോ ജനതയാണ് കേട്ടോ. മിസോ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചക്മ ഉണ്ട് കേട്ടോ. ചക്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോങ്ടയിലൊക്കെ പോയില്ലേ, കമലാനഗറൊക്കെ പോയില്ലേ, അവിടെ ഉണ്ടായിരുന്നു. മിസോറാമിൽ കമലാനഗറൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലെ ആൾക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും ചക്മ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ശരിക്കും ബംഗ്ലാദേശിൽ നിന്നും ആണ് അവരുടെ ഒറിജിനും കാര്യങ്ങളൊക്കെ. അപ്പം മിസോ ആൾക്കാരെന്ന് പറയുന്നത് ബർമയിൽ നിന്നാണ് കേട്ടോ അവരുടെ ഒറിജിനും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്, ചക്മയുണ്ട്, മിസോ ഉണ്ട്, അതുപോലെ തന്നെ റയാങ് എന്ന് പറഞ്ഞൊരു ട്രൈബ് ഉണ്ട് കേട്ടോ. പല ട്രൈബുകളുണ്ട് ഇവിടെ, ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്കിനി കയറി മേളിലേക്ക് വേണം കേട്ടോ പോകാൻ. നടക്കൊണ്ടേക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചൊക്കെ ക്ഷമിക്കണം കേട്ടോ. പിന്നെ അതുപോലെ അവിടെ ഒരു സ്ഥലം കാണില്ലേ, അത് ബുങ്മു എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. മിസോറാമിലെ ബുങ്മു എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ കാണുന്നത്. അവിടുത്തെ വില്ലേജ്, ആ ഒരു വില്ലേജാണ് കേട്ടോ കാണുന്നത്. പിന്നെ അവിടെയൊക്കെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ, ഏറ്റവും ടോപ്പിലൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ആ ഒരു റൂട്ടൊക്കെ സഞ്ചരിച്ചിട്ടുള്ളതാണ്. മമിത്ത് എന്നൊക്കെ പറഞ്ഞ സ്ഥലവും ആ ഭാഗത്തായിട്ടാണ് കേട്ടോ വന്നാൽ. എന്ത് വ്യൂ ആണല്ലേ എൻ്റെ മോനെ. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ മഴ പൊടിയുണ്ടെന്ന് തോന്നിട്ട് ആ ഒരു സൈഡിൽ കണ്ടില്ലേ. ആ ഒരു മല നോക്കി ഞങ്ങൾ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ മൂടിക്കിടക്കുന്നതാണ്. ഓ, ഇവിടെ വേറെ എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി, ഈ ഒരു ലൈൻ കമ്പിയില്ലേ, ഇവിടെ നിന്ന് ഇടിഞ്ഞതേ മരം വീണടപ്പുണ്ട് കേട്ടോ അവിടെ. ഇതാണ് അവസ്ഥ കേട്ടോ. എൻ്റെ മോനെ, ഇവിടെ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണം. ചെറുത്തുണ്ടാവുക, പേടിയാണ്ട്. അതെ, ഞങ്ങളേക്ക് വഴിയുണ്ട് കേട്ടോ. സൈക്കിൾ എടുക്കാൻ നന്നായി, അല്ലെങ്കിൽ പെട്ടുപോയതിന്. ഓ, എനിക്ക് തോന്നണേ കഴിഞ്ഞ ദിവസം ആ ഒരു മഴയിൽ വീണതാന്ന് തോന്നട്ടാ. ഇത് കണ്ടില്ലേ, ഓ സീനാട്ടാ. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മഴയിൽ വീണേന്ന് തോന്നണേ ഈ കാണുന്നത്. നമുക്ക് നേരെയാണ് പോകാനുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു വണ്ടിക്കാർ വന്നായിരുന്നു, അവന്മാർ തിരിച്ചു പോകണുണ്ടായിരുന്നു എനിക്ക് തോന്നണം. അപ്പോൾ അവന്മാർ ഇവിടെ കയറിയിട്ടില്ല ഈ ഒരു ബ്ലോക്ക് കാരണം.
ശരിക്കും ഈ ഒരു ബാറ്റ്ലിംഗ് ഷിപ്പ് എന്ന് പറയുന്നതുണ്ടല്ലോ മിസോറാമിൻ്റെയാണ് ശരിക്കും. അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു മലയില്ലേ, അതായത് ഈ ഒരു സ്ഥലം മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഇപ്പോൾ പ്രശ്നങ്ങൾ നടപ്പുണ്ട്. മിസോറാമും ത്രിപുരയും തമ്മിൽ പ്രശ്നങ്ങൾ നടപ്പുണ്ട്. ത്രിപുര പറയണത് ത്രിപുരയുടെ ആണെന്നും മിസോറാം പറയണത് മിസോറാമിൻ്റെ ആണെന്നും. അപ്പോൾ ആ ഒരു ഇതിൽ ഇവിടെ ഇപ്പോൾ പ്രശ്നം നടക്കണ്ട കേട്ടോ. അപ്പോൾ അത് കാരണം ഇവിടെ ഫോഴ്സ് ഉണ്ട് അടിയിൽ. TSR എന്ന് പറയും, ത്രിപുര സ്റ്റേറ്റ് റൈഫിൾസ് ആട്ടോ, അവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്നോട് ഇവരാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്നേ. പണ്ടത്തെ ഒരു സ്റ്റോറി വെച്ച് പറയുകയാണെങ്കിൽ മിസോറാമിൻ്റെ ഒരു ആരാധനാലയങ്ങളും പിന്നെ അതുപോലെ തന്നെ അവരുടെ ആചാരങ്ങളും കാര്യങ്ങളും ഈ ഒരു മലയുടെ മേലിലുണ്ട്. ഇവർ വിശ്വസിക്കുന്നത് ഈ ഒരു മലയിലെ ആകാശത്തോളം മുട്ടിയിരിക്കുന്നത്, അതായത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉള്ള ഒരു മലയും കൂടെയാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് കേട്ടോ. ഇവിടെ എന്തുണ്ടല്ലോ, ഇല്ല ഇവിടെ ഒന്നുമില്ല. ഇതുണ്ടോ, നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഒന്ന് കയറിയാണ് കേട്ടോ. ഇവിടെ ഒന്നുമില്ല. ശരിക്കും സ്ഥിതി ചെയ്യേണ്ടത് മിസോറാമിലെ മമിത് ഡിസ്ട്രിക്റ്റിലാണ്. അതായത് മമിത് ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് ഈ ഒരു സ്ഥലം കേട്ടോ. ഇപ്പോഴും ആ ഒരു പ്രശ്നങ്ങൾ തുടർന്നുണ്ടായിരിക്കണം എന്നാണ് പറയണത്. പക്ഷേ നമ്മൾ മാപ്പിലൊക്കെ നോക്കുമ്പോൾ ആണെങ്കിലും മിസോറാമിലാണ് ഈ ഒരു സ്ഥിതി ചെയ്യാനായിട്ടാ. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ശരിക്കും ഇവിടെ നമുക്ക് ഐസോൾ പോകാനുള്ള റൂട്ടുണ്ട് കേട്ടോ. ഐസോളിലേക്ക് റൂട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര മോശമാണ്. ഇവിടുത്തെ ആൾക്കാർ നമ്മൾ വന്ന ഒരു റൂട്ടില്ലേ ദാംചോറ, ആ ഒരു വഴിയാണ് പോകാറുള്ളത്. മറ്റേ വഴി ഭയങ്കര മോശമെന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മളെ വന്ന റൂട്ടാണ്ട് ഈ കാണുന്നത്. ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറി വേണം കേട്ടോ പോകാൻ. ഇവിടെ എന്തോ ഒരു ബിൽഡിങ് പോലെയൊക്കെ ഉണ്ടാകുന്നത്, അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ്. അവിടെയൊക്കെ ലൈറ്റ് കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് മറ്റേ സോളാർ ലൈറ്റാണ് കേട്ടോ കാണുന്നത്. നമ്മളെ ബാറ്റ്ലിംഗ് ഷിപ്പ് വന്നിട്ട് ആകെ കാണാൻ പറ്റിയ അവസ്ഥ ഇതാണ് കേട്ടോ. ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നേരത്തെ ഈ റൂട്ട് വ്യൂ പോയിൻ്റ് പോകാൻ പറ്റുമായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇപ്പോൾ ഈ റൂട്ടിൽ മണ്ണിടിഞ്ഞ് വീണുകൊണ്ടാന്ന് തോന്നുന്നത്. ഇങ്ങനെ കാട് പിടിച്ച് ആകെ ശരിയാക്കാണ്ട് ഇങ്ങനെ നിൽക്കണോണ്ടാന്ന് തോന്നുന്നുണ്ടോ. അതായത് ഇവിടെ ഈ പ്രശ്നങ്ങൾ കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ശരിയാക്കാതെ കിടക്കണമെന്നാണ് കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളത് എന്നോട്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നതാണ് ഞാൻ ആലോചിക്കണം. കാണാതെ പോകാനാണെങ്കിൽ എനിക്ക് മനസ്സിലൊരു ഇതുമില്ല. നമ്മളെന്തായാലും ഒന്ന് ഇറങ്ങിച്ചെല്ലണം കേട്ടോ. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിച്ചെല്ലണേന്ന്. ചിലപ്പോൾ ഒരു പാമ്പ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങാടേക്ക് എന്തുണ്ടെന്ന് തോന്നണേ. പാമ്പിൻ്റെ വല്ല പൊത്തുവല്ലോ ഉണ്ടാവും തോന്നണം ഈ റൂട്ടിൽ. ഒരു പിടുത്തു വരല്ലോ. ഇവിടെയൊക്കെ ആരോ ഇങ്ങനെ അടിച്ച് ഇതാക്കി ഇട്ടേക്കണ പോലെ ഉണ്ട് കേട്ടോ. ചങ്ങാടേക്ക് എനിക്ക് തോന്നല്ല പോകാൻ പറ്റുമെന്ന്. ഇല്ല, പോകാൻ പറ്റില്ല, കാട. പക്ഷേ എന്താ അവസ്ഥയാണ്. ഇതാണ് കേട്ടോ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റേണ്ട ഇവിടെ. പക്ഷേ അങ്ങാടേക്ക് ചെല്ലാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിവിടം വരെ കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് ദിവസം എടുത്ത് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഞാനപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴും നമ്മൾ നേരത്തെ ഇന്ന് ആ വ്യൂ പോയിന്റില്ലേ, അതാണ് ആൾക്കാർ ഇട്ടേക്കണം. അല്ലാണ്ട് ഇവിടുത്തെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതാണ് കേട്ടോ അവസ്ഥ. ഇവിടെ എന്തോ ഒരു കിണർ പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. ഇതൊക്കെ പണി നിർത്തി വെച്ചേക്കണേണ്. ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചേക്കണേ കേട്ടോ. ഇവിടെ എന്തോ ഒരു ബിൽഡിങ് പോലെ പണിയാൻ വേണ്ടി വെച്ചതാണ് അവർ. പക്ഷേ രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇനി ഇത് തന്നെയാണോ പീക്ക്. നമ്മളോട് എല്ലാവരും പറഞ്ഞത് ഇതാണ് ബാറ്റ്ലിംഗ് ഷിപ്പ് എന്നാണ് പറഞ്ഞത്. പീക്ക് ഇതാണെന്നാണ് പറഞ്ഞത്. നമുക്ക് പലയിടത്തും പോകുമ്പോൾ കിട്ടണ പണി കേട്ടോ. പക്ഷെ ആൾക്കാർ പലതും പലതാണ് പറയണത്. അതാണ് നമുക്കൊന്നും വിശ്വസിക്കാനും പറ്റില്ല. കാരണം രണ്ട് ഇത് പറയുമ്പോൾ നമുക്ക് ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ടെന്ന് അറിയില്ല കേട്ടോ. അങ്ങാടും കൂടെ പോയി നോക്കാം. നമ്മളെ ആ ഒരു മേളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറയണല്ലേ, അത് ഈ ഒരു വ്യൂ ആണ് കേട്ടോ. കണ്ടില്ലേ, മിസോറാമിലെ മലനിരങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് പോണത്, ഇവിടെ ലാസ്റ്റ് ഒരു വില്ലേജ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ്. നമുക്ക് എത്രമാത്രം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ബോർഡർ കാര്യങ്ങളും കാണാൻ പറ്റില്ലെന്നാണ് കേട്ടേക്കണം. നമ്മളെന്തായാലും ഇവിടം വരെ വന്നില്ലേ, അതൊക്കെ ഒന്ന് ഫുള്ള് കണ്ട് പയ്യെ പോവാട്ടാ. ശരിക്കും നമ്മൾ ഇപ്പോൾ അവിടെ പോയല്ല, അതാണ് വ്യൂ പോയിൻ്റ്. അതിൻ്റെ ആ ഒരു പൊളിഞ്ഞു വീണടക്കുന്ന സാധനം നിങ്ങൾ കണ്ടില്ലേ, അത് പണ്ട് അതൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. നമ്മൾ ആദ്യം വന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതായത് ഒരു എന്താ പറയുക, ഒരു ടവറില്ലേ, ആദ്യം നമ്മൾ നിന്നില്ല, അതേപോലത്തെ ഒരു ടവറായിരുന്നു അവിടെ. അത് പൊളിഞ്ഞു പോയിട്ട് പണിയാൻ വേണ്ടി ത്രിപുര ഗവൺമെൻറ് നോക്കി, പക്ഷേ മിസോറാം ഗവൺമെൻറ് സമ്മതിക്കില്ല.
അങ്ങനെ ഇങ്ങനെ പ്രശ്നമൊക്കെ ആയിട്ട് നിൽക്കണേണ്. അതുകൊണ്ടാണ് കേട്ടോ വ്യൂ പോയിൻ്റ് നമുക്ക് കിട്ടാത്തത്. അതിൻ്റെ മേളിൽ നിന്ന് തന്നെ അടിപൊളി വ്യൂ കിട്ടുമായിരുന്നു. എനിക്ക് ഇവിടെ അടിയിൽ മറ്റേ TSRലുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വ്യൂ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ഒന്നും അറിയാത്തതുകൊണ്ടാണ് നമുക്ക് കുറേയൊന്നും കിട്ടാത്ത കേട്ടോ. യൂട്യൂബിലൊന്നും ഞാൻ നോക്കിയില്ല, ജസ്റ്റ് ഫോട്ടോയും കാര്യങ്ങളാണ് നോക്കിയത്. പക്ഷേ അങ്ങനത്തെ സംഭവം ഉണ്ടാകുന്ന കേട്ടോ. അത് ഭാവിയിലുണ്ടാവും, ഭാവിയിൽ ഇനി പണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും എന്നാണ് പറഞ്ഞു കേട്ടോ. അതാണ് കാട് പിടിച്ച് ആകെ നശിഞ്ഞ് കിടക്കുന്നത്. 2 കൂട്ടരുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ശരിക്കും എന്താ പറയുന്നത് എനിക്കറിയില്ല. ഒരാൾ അവകാശപ്പെടുന്നു അവൻ്റെയാണ്, മറ്റൊരു അവകാശപ്പെടുന്നു അവൻ്റെയാണ് എന്നാണ് പറയുന്നത് ഈ ഒരു സ്ഥലം. സത്യം പറയാൻ ആകെ പെട്ടുപോയിട്ടാ. നമ്മളിപ്പോൾ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങാടേക്ക് പോകാനും പറ്റില്ല, ഇവിടെ എവിടെയും തങ്ങാനും പറ്റില്ല കേട്ടോ. ആകെ പെട്ടുപോയി. പിന്നെ ഇവിടെ അടുത്തൊരു BSFൻ്റെ ക്യാമ്പ് ഉണ്ടാകുന്നു, അവിടെ ചെന്ന് നോക്കി, അവിടെയും കിട്ടിയില്ല. അവിടെ നിന്ന് പിന്നെ ഭക്ഷണം കിട്ടിയേട്ടാ. കാരണം മഴ പെയ്തതിന് എവിടെയും തങ്ങാൻ പറ്റില്ല, എവിടെയാണ് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലവും ഇല്ല. ആകെ പെട്ട അവസ്ഥയിൽ പോയിട്ടാ. അവിടെ എനിക്ക് കുറേ പേരോടൊക്കെ അന്വേഷിച്ചിട്ട് നടപടിയായില്ല, അവൻ്റെ ഭാഗത്തുനിന്നും ഒരു ഇതുണ്ടാകുന്നില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ തിരിച്ചു പോകണം കേട്ടോ. അതാണ് അവസ്ഥ. നമ്മൾ പോകണ റൂട്ടാണ്ടിനി, നമ്മൾ വന്ന റൂട്ടാണിത്. ഈ റൂട്ടാണ് നമുക്ക് പോകാനുണ്ടായിരുന്നത് വെച്ചത്. പക്ഷേ ഈ റൂട്ടിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല. എന്താ അവസ്ഥയല്ലേ.